നവകേരള സദസ്സിനിടെയുണ്ടായ ക്രൂരമായ മർദ്ദന കേസിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാദങ്ങളെല്ലാം പൊളിച്ച് പ്രത്യേക അന്വേഷണ സംഘം. പ്രതിഷേധക്കാർ നവകേരള ബസിന് നേരെ കല്ലെറിഞ്ഞു എന്ന പ്രതികളുടെ പ്രധാന വാദം വ്യാജമാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. ഇതിനു പുറമെ KSRTC ബസ് ഡ്രൈവർ നൽകിയ മൊഴിയും സുരക്ഷാ ജീവനക്കാർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. പ്രതികൾ ഉപയോഗിച്ച് ലാത്തി കൊണ്ടുള്ള അടി ഗുരുതര പരിക്കുണ്ടാക്കുന്നതാണ്. മരണം വരെ സംഭവിക്കാമെന്ന് മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. മർദ്ദനമേറ്റവർക്ക് കഴുത്തിലും തലയ്ക്കും പലതവണ അടിയേറ്റു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് IPC 308 ചുമത്തിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥന് അടിയേറ്റ് AD തോമസിന്റെ തല പൊട്ടി ചോരയൊലിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിലുണ്ട്. പരിക്കിന്റെ ആഴത്തെക്കുറിച്ച് മെഡിക്കൽ വിദഗ്ധരുടെയും അഭിപ്രായം തേടിയിരുന്നു. കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്ന് SIT റിപ്പോർട്ടിലുണ്ട്. കോടതിക്ക് മുന്നിലെത്തിയ തെളിവുകൾ പോലും നശിപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരും മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരും തെളിവുകൾ നശിപ്പിക്കുകയും മാറ്റം വരുത്തുകയും ചെയ്തു. ഇവർക്കെതിരെയും അന്വേഷണം ആവശ്യമാണ്. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെയും തെളിവുകളും ഇല്ലാതാക്കും. നേരത്തെ തെളിവ് നശിപ്പിച്ചപ്പോഴും പ്രതികൾക്ക് പങ്കുണ്ട്. ഉന്നതതല ബന്ധമുള്ളവരാണ് പ്രതികളെന്നും SIT പറയുന്നു. നവകേരള യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസിന് നേരെ കല്ലേറുണ്ടായി എന്നതായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാദം. എന്നാൽ ഫോറൻസിക് പരിശോധനയിൽ ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ബസിന് നേരെ കല്ലേറുണ്ടായിട്ടില്ല എന്ന് ഡ്രൈവറുടെ മൊഴിയുമുണ്ട്. ബസിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറും മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വേണ്ടത് അന്വേഷണത്തിന് അത്യാവശ്യമാണെന്നും പ്രതികൾക്ക് ജാമ്യം ലഭിച്ചാൽ നീതി നിർവഹണം തടസ്സപ്പെടുമെന്നും SIT റിപ്പോർട്ടിലുണ്ട്.